IRGCയുടെ കടുത്ത തിരിച്ചടി. ഇറാന്റെ വൻ പ്രതികാര നടപടി ആരംഭിച്ചു. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കിടെ അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. തങ്ങൾക്കെതിരായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇനിയും ശക്തമാക്കിയാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ടെഹ്റാൻ ഔദ്യോഗികമായി വ്യക്തമാക്കി. ഈ നയതന്ത്ര ഭീഷണി വരും ദിവസങ്ങളിൽ മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക നടപ്പിലാക്കുന്ന സാമ്പത്തിക വിലക്കുമായി സഹകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന മൂന്നാം കക്ഷി രാജ്യങ്ങൾക്കെതിരെയും കടുത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ഉപരോധങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളെയും കരിമ്പട്ടികയിൽ പെടുത്തി കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഇറാന്റെ നിലപാട്. അന്താരാഷ്ട്ര വിപണിയിൽ തങ്ങളുടെ എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇറാന്റെ തീരുമാനം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സമുദ്ര വ്യാപാര പാതകൾക്കും നേരെ തന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താൻ ഇറാന്റെ പ്രതിരോധ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ പുതിയ ഉപരോധ പ്രഖ്യാപനം പുറത്തുവന്നതോടെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും വൻ സുരക്ഷാ ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിൽ ഇറാൻ കടുത്ത സൈനിക സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ അനുബന്ധ വാണിജ്യ കപ്പലുകളെയും എണ്ണക്കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഇറാൻ വരും ദിവസങ്ങളിൽ നീക്കങ്ങൾ ശക്തമാക്കിയേക്കാം. തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്ക് മറുപടിയായി ഈ കടൽപാത ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടുത്താനുള്ള ശേഷി തെഹ്റാന് ഉണ്ടെന്ന് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒരേപോലെ പ്രതിരോധമാക്കുന്നു. മറുവശത്ത് ഉപരോധ വാർത്തകൾ പുറത്തുവന്നതോടെ ഇറാന്റെ തദ്ദേശീയ കറൻസിയായ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. എന്നിരുന്നാലും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം. ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പൂർണ്ണമായി തകർത്തുകൊണ്ട് തെഹ്റാനെ ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരാമെന്നാണ് വൈറ്റ് ഹൌസ് കണക്കുകൂട്ടുന്നത്. എന്നാൽ ഉപരോധങ്ങൾ കടുപ്പിക്കുന്തോറും ഇറാന്റെ പ്രതിരോധ രീതികളും തന്ത്രപരമായ തിരിച്ചടികളും കൂടുതൽ കടുപ്പമേറിയതായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ച മറികടക്കാൻ ബദൽ വ്യാപാര മാർഗങ്ങളും സഖ്യങ്ങളും നേടാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് അമേരിക്കൻ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാനാണ് ടെഹ്റാന്റെ പദ്ധതി. മേഖലയിലെ പ്രാദേശിക രാജ്യങ്ങളും ഈ പുതിയ സംഭവ വികാസങ്ങളെ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും ഉപരോധ നടപടികളും ഒരു പൂർണ്ണ സൈനിക സംഘർഷത്തിലേക്ക് വഴിമാറിയാൽ അത് പശ്ചിമേഷ്യ മുഴുവൻ ആളിപ്പടരുന്ന വലിയൊരു ദുരന്തമായി മാറും. ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും ആഗോള എണ്ണവില വർധനവിന് കാരണമാകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധന വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് അമേരിക്ക അടക്കമുള്ള വൻശക്തി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഇക്കണോമിക് ദി ഡേ പോലുള്ള ഉപരോധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അന്താരാഷ്ട്ര തലത്തിലും നയതന്ത്ര വൃത്തങ്ങളിലും ഉയരുന്നത്. സാമ്പത്തിക യുദ്ധം ഉപയോഗിച്ച് ഒരു രാജ്യത്തെ കീഴടക്കാനുള്ള നീക്കം പരാജയപ്പെടുമെന്ന് വിദേശനയ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന അതേ തന്ത്രങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ പ്രയോഗിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വാഷിംഗ്ടണിലും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതിരിക്കുന്നുണ്ട്. വിദേശ നയത്തിലെ വീഴ്ചകൾ മറയ്ക്കാനാണ് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ പുതിയ നീക്കങ്ങൾ നടത്തുന്നതെന്ന വിമർശനം പ്രതിപക്ഷ പാർട്ടികളിലും ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കൻ സാമ്പത്തിക ഉപരോധവും ഇറാന്റെ സൈനിക നയതന്ത്ര മുന്നറിയിപ്പുകളും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധമുനമ്പിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെയോ ധാരണകളുടെയോ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആഗോള സാമ്പത്തിക സുരക്ഷാ രംഗം കൂടുതൽ സങ്കീർണമാകും. ഇറാൻ ഉയർത്തിയ കടുത്ത മുന്നറിയിപ്പ് കേവലമൊരു വാചോടമായി തള്ളിക്കളയാൻ അമേരിക്കയ്ക്കോ സഖ്യരാജ്യങ്ങൾക്കോ സാധിക്കില്ല. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളും ഇറാന്റെ സാമ്പത്തിക അതിജീവന പോരാട്ടങ്ങളും വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സംഭവവികാസങ്ങളായി മാറും.